പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമുക്ക് ഈ അടുത്തിടെ റിലീസായ ഹൊറർ കോമഡി മൂവിയായിട്ടുള്ള സുമതി വളവ് എന്ന സിനിമയെക്കുറിച്ച് അല്പം സംസാരിക്കാം. അതോടൊപ്പം തന്നെ എവിടെയാണ് ഈ സ്ഥലം, ഇതൊരു മിത്താണോ റിയാലിറ്റി ആണോ, ഈ മൂവിയിൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കാം. കമോൺ. അവൾ അല്ലെങ്കിലും ചത്തല്ലേ? ചത്ത സുമതിയെ വിളിച്ചു നിർത്തി നമ്മളൊന്നുകൂടി കൊല്ലും. അഭിലാഷ് പിള്ള എഴുതി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്തിട്ടുള്ള ഫിലിമാണ് സുമതി വളവ് എന്നുള്ളത്. അതിലെ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്ന അർജുൻ അശോകൻ, ഗൂഗിൾ സുരേഷ് ഗോപി, സൈജു കുറുപ്പ്, മാളവിക, അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രം ചെയ്തിരിക്കുന്ന ശിവദ തുടങ്ങിയവരൊക്കെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ സമ്പുഷ്ടമാക്കിയിട്ടുള്ള ഫിലിമാണ് നമ്മുടെ സുമതി വളവ് എന്ന് പറയുന്നത്. സുമതി വളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹൊറർ ബേസ്ഡ് മൂവി ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ കോമഡി, മിത്ത്, റിയാലിറ്റി എല്ലാം കൂടെ വേർതിരിച്ച് കൊണ്ടുവരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു ഹൊറർ എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ മിത്തായിട്ട് തന്നെ അവശേഷിച്ചുകൊണ്ട് ഫിലിം കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് ആ ഫിലിം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫിലിമിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. അതിലുപരിയായിട്ട് നമ്മൾ പോകുന്നത് സുമതി വളവ് എന്നുള്ള ഒരു തീമിലേക്കാണ്. സുമതി വളവ് എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലം എവിടെയാണ്, അതുപോലെ തന്നെ എന്താണ് ആ ഒരു ഹൊറർ ബേസ്ഡ് കഥാപാത്രത്തിൻ്റെ ഒരു ജനനത്തിനുള്ള കാരണം, ശരിക്കും ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ആ സ്ഥലത്ത് ജനങ്ങൾക്ക് കടന്നുപോയി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ, ഇപ്പോഴും അങ്ങനെ ഒരു റിയാലിറ്റി അവിടെ അവശേഷിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. താൻ പ്രാണനെപ്പോലെ സ്നേഹിച്ച തൻ്റെ പ്രണയിതാവിനാൽ ചതിക്കപ്പെട്ട സുമതിയുടെ കഥയാണ് സുമതി വളവ് എന്നുള്ള ആ സ്ഥലം വെളിപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ച് നാട്ടുകാരനായ ഒരു വ്യക്തി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ കഥയൊന്ന് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. പാലോട് നിന്നും ഭരതന്നൂർക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ് സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലം. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 63 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകവുമായി സംബന്ധിച്ച കാര്യമാണ്. 63 വർഷങ്ങൾക്ക് മുമ്പ് സുമതി എന്ന ഒരു സുന്ദരിയായ സ്ത്രീ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സമയം ആ വീട്ടിലെ രത്നാകരൻ എന്ന് പറയുന്ന ഒരാളുമായി സ്നേഹത്തിലാകുകയും അവർ ഈ അടുപ്പത്തിലായത് കാരണം രത്നാകരനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രത്നാകരൻ ഇത് നിരസിക്കുകയും ഈ സാഹചര്യത്തിൽ ഈ ബന്ധം കൂടുതൽ അടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രത്നാകരൻ അവിടുന്ന് ഒരു വാഹനത്തിൽ കയറ്റി ഇപ്പോൾ സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് എത്തുകയും സുമതിയെ അവിടെ വെച്ച് കൊല ചെയ്ത് അവിടെ കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. എവിടെയാണ് ഈ സുമതി വളവ് എന്ന് പറയുന്ന സ്ഥലം? തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള മൈലമൂട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശത്തിൽ ഒരു മലയോര റോഡാണ് വഴി. ആ വഴിയിലെ ഷേപ്പിലുള്ള ഒരു ഭാഗം, ആ ഭാഗത്തിനെയാണ് സുമതി വളവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പകൽ പോലും പലപ്പോഴും മരങ്ങളൊക്കെ ഇങ്ങനെ നിബിഡമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേക കാലാവസ്ഥ, ഒരു ഇരുട്ട് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സുമതി വളവ് എന്നുള്ളത്. ഇങ്ങനെ ഒരു കഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പകൽ പോലും ആളുകൾക്ക് പോകുമ്പോൾ യാത്ര ചെയ്യാൻ ഒരു ഭയമുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഭയമുള്ളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തായാലും നമ്മുടെ കൺട്രോളൊക്കെ ചിലപ്പോൾ പോകുമല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ പലപ്പോഴും 2 വീലറിൽ പോകുന്നവർക്കൊക്കെ ബാലൻസ് നഷ്ടപ്പെട്ട് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുമതി എടുത്ത് എറിഞ്ഞതാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലം, തെരുവ് വിളക്ക് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഏരിയയിൽ തെരുവ് വിളക്കൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയുള്ളൊരു ഒരു സ്ഥലമാണ് സുമതി വളവ് എന്ന് പറയുന്നത്. പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയമോ എപ്പോഴോ ആകട്ടെ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം എപ്പോഴോ അപ്രതീക്ഷിതമായി നമുക്ക് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടാം.
എന്നുള്ളതാണ് പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്ന ഒരു കഥ. അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ ഇപ്പോൾ വരും എന്നുള്ളൊരു ഭയാനകമായ ചിന്തയോടുകൂടിയാണ് പലപ്പോഴും ആ ഏരിയയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, ആരാണ് സുമതി എന്നുള്ളതാണ് അടുത്ത കഥയായിട്ട് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം. ഇത് 1950കളിൽ നടന്നിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയിലെ നായിക ഈ പറയുന്നത് പോലെ സുമതി എന്ന് പറയുന്ന ഒരു യുവതി തന്നെയാണ്. കല്ലറ കാരേറ്റ് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. കല്ലറ കാരേറ്റ് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കല്ലറ കാരേറ്റ് ഭാഗത്ത് ഊന്നൻപാറ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഒരു യുവതിയായിരുന്നു ഈ സുമതി എന്ന് പറയുന്ന പെൺകുട്ടി. അവൾക്ക് അവളുടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. അമ്മ വീട്ടുജോലിയും മറ്റും ചെയ്തായിരുന്നു ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്നത്. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു സുമതി എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ അമ്മയ്ക്ക് വയ്യാതെയായി രോഗശയ്യയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ചെയ്തുകൊണ്ടിരുന്ന ജോലി സുമതി ഏറ്റെടുത്തു. കുടുംബഭാരം ആണല്ലോ അന്നത്തെ മിക്ക വീട്ടിലെയും അവസ്ഥ. അതായത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെയൊക്കെ വരുമാന മാർഗമെന്ന് പറയുന്നതും പിന്നെ പണക്കാരായ അല്ലെങ്കിൽ മുതലാളിമാരുടെയൊക്കെ വീട്ടു ജോലിക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം അമ്മ ചെയ്തുകൊണ്ടിരുന്ന ജോലി സുമതി ഏറ്റെടുത്തു. അപ്പോൾ ആ കല്ലറ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമാണി മുതലാളിയായിരുന്നു നാണു എന്ന് പറയുന്ന ആൾ, നാണു മുതലാളി. അപ്പം നാണു മുതലാളിയുടെ വീട്ടിൽ സുമതി ജോലിക്ക് പോയി. അതായത് താണു മുതലാളിയുടെ ഇളയ മകനായ രത്നാകരൻ സുമതിയെ കാണുകയും സുന്ദരിയായ സുമതിയും ഈ രത്നാകരനും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. പ്രണയത്തിൻ്റെ അവസാനം ചതിയനായ രത്നാകരൻ മൂലം നമ്മുടെ സുമതി ഗർഭിണിയാവുകയും അങ്ങനെ അന്നത്തെ കാലത്താണല്ലോ കല്യാണം കഴിച്ചോളാം എന്നൊക്കെയുള്ളൊരു വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഈ കഥയുടെ ഒരു ചുരുക്കം. അതിനുശേഷം ഈ രത്നാകരൻ പിന്നെ സുമതിയുമായിട്ട് അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലെ ഉത്സവത്തിന് പോവുകയാണ്. രത്നാകരൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പിന്നെ രവീന്ദ്രൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ചേർന്ന് ഇവരൊരുമിച്ച് രത്നാകരൻ്റെ കാറിൽ സുമതിയെയും കൂട്ടി ഇവർ ഒരു ഉത്സവത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് വെച്ച് രത്നാകരനും സുമതിയുമായി തർക്കമുണ്ടാവുകയാണ്. തർക്കം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ തർക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സുഹൃത്തിനും രത്നാകരനും നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. എന്താണ് പ്ലാൻ ഉണ്ടായിരുന്നത്? സുമതിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക തന്നെ. അപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കത്തിലേർപ്പെടുന്നു. അതായത് വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പറയുന്ന സുമതി ഏകദേശം പൂർണ്ണ ഗർഭിണി എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ സുമതിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം, സുമതിയെ വധിച്ച് പിന്നെ ഉൾവനത്തിൽ എവിടെയെങ്കിലും കൊണ്ടിടാം എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ ഉൾവനത്തിൽ കൊണ്ടിടാൻ ഇവർ ഉദ്ദേശിച്ച വല്ല കാര്യങ്ങൾ നടന്നില്ല. കാരണം വഴി അത്രയും ദുർഘടമായിരുന്നു. അതുകൊണ്ട് ഇവർ ഈ സ്ത്രീയെ കഴുത്തറുത്ത് കൊന്ന് ഈ പറയുന്ന പാതയോരത്ത് അല്ലെങ്കിൽ അതിന് കുറച്ചകത്തേക്ക് മാറ്റി ഇട്ടു എന്നുള്ളതാണ്. അതായത് നിറഗർഭിണിയായ സുമതി എന്ന യുവതിയെ കഴുത്തറുത്ത് ഈ രത്നാകരനും അയാളുടെ കൂട്ടുകാരനും ചേർന്ന് കൊലപ്പെടുത്തി. അതാണ് ചുരുക്കകഥ. ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്ന എന്നാൽ ഇപ്പോൾ പ്രായമായി നിൽക്കുന്ന 1-2 നാട്ടുകാർ ഈ സംഭവത്തിന് ശേഷമുള്ള സുമതിയുടെ ശവശരീരം കാണുവാനിടയായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സംഭവമാണത്. ഒരു ദിവസം ഒരു 10 മണിയായപ്പോൾ കുറേ ആൾക്കാർ കൂടി എൻ്റെ വീട്ടിൻ്റെ നടയിൽ കൂടെ പോയി. അവരുടെ കൂടെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് കഴുത്തറുത്ത് മാറ്റി വെച്ചേക്കണമെന്ന്. ആരാണെന്നോ ആര് ചെയ്തെന്നോ ഒന്നും യാതൊരു വിവരവുമില്ലെന്ന്. അത് കുറേ കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞ് അവിടെ കല്ലറയുള്ള ഒരു രത്നാകരൻ എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ടുവന്ന് പിന്നെ കഴുത്തറുത്തതെന്നും അവർ അർദ്ധരാത്രിയിൽ കൊണ്ടുവന്ന് മൈലാമൂട് ജംഗ്ഷനിൽ കൊണ്ടുവന്ന് അതിൽ പാലത്തിന് ഇക്കരെ കയറി ഉൾവനത്തിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ ഈ റോഡിൻ്റെ സ്ഥിതി അവർക്ക് അറിയാൻ വയ്യായിരുന്നു. കൊണ്ടുപോയി റോഡിൻ്റെ അരുവിയാണ് കൊണ്ടുപോയി കഴുത്തറുത്തത്. ഈ സ്ത്രീ ഗർഭിണിയായിരുന്നാണ് പറയണത് അന്ന്. അതിനുശേഷം ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ വന്നപ്പോഴാണ് ആളാരാണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് കേട്ടല്ലോ. അവർ പറയുമ്പോൾ തന്നെ എത്രയും ഭീകരമായിരുന്ന ഒരവസ്ഥയും നമുക്ക് മനസ്സിലാവും അല്ലേ. ഒരു പ്രണയവഞ്ചനയാൽ പ്രാണനെ പോലും
ബലി കഴിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പോൾ അതേ കാര്യം തന്നെ അല്പം പ്രായമുള്ള മറ്റൊരു വ്യക്തിയും ഷെയർ ചെയ്യുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഞാൻ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലത്ത് എന്നെ മുമ്പ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു സാറും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടെ ഈ സ്ഥലം ഇത് കാണാനായിട്ട് വന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ സാറ് എന്നെ വരണമെന്ന് ചോദിച്ച് ഞാൻ അവരെ കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ പോയി ഇത് കണ്ട് ജഡം കിടക്കുന്നുണ്ട്. ഞാൻ ഒരു 10-20 അടി അകലെ വെച്ചാണ് കണ്ടത് ജഡം കിടക്കുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു പോലീസുകാരൻ നിന്ന് എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകണ്ട, നിനക്ക് അത് കാണാൻ അയ്യോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അതിൻ്റെ കാരണം എന്തെന്ന് പേടിച്ചു പോകുമെന്നുള്ള ഇതോ ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് അവർ കണ്ടിട്ട് വന്നപ്പോൾ അവരെ കൂടെ തിരിച്ചു പോന്നു. കഴുത്ത് മുറിച്ചിട്ടുണ്ടായിരുന്നു. കഴുത്ത് മുറിച്ച് ജഡവും കഴുത്ത് തലയുമായിട്ട് വിട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഒരു 20 അടി അകലെ വെച്ചാണ് കണ്ടത്. അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ സുമതിയെ എങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു ഭയാനകമായ ഒരു കാര്യം നമ്മൾ വിശദമായി കേട്ട് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ പരിശോധിക്കുന്ന ഇങ്ങനെയൊരു സംഭവം ഈ ഒരു ഭാഗത്ത് സുമതി വളവ് എന്നുള്ളൊരു ഏരിയയിൽ, ആ ഒരു ഏരിയയ്ക്ക് പേര് വന്നത് തന്നെ ഈ ഒരു കൊലപാതകത്തിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു മിത്ത്, അതായത് സുമതിയുടെ പ്രേതം യഥാർത്ഥത്തിൽ ആളുകളെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ, യഥാർത്ഥത്തിൽ അത് സംഭവം ഉള്ളതാണോ, അങ്ങനൊരു പ്രേതത്തെ ആരെങ്കിലും കണ്ടവരുണ്ടോ, അതോ അതാരെങ്കിലും വെറുതെ പറയുന്നതാണോ? അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരാളുടെ അനുഭവ സാക്ഷ്യം നമ്മൾക്ക് കേൾക്കാം. വലത് സൈഡാണ് ഒരു പൊയ്യയുണ്ട്, ചാല്. ആ ചാലിൻ്റെ താഴെയറ്റമാണ് ഈ സംഭവം നടക്കുന്നത്. 10-11 മണിയോടും കൂടെയൊക്കെ ഭയങ്കരപ്പെട്ട അലർച്ച, ഈ കൊച്ചിനെ താരാട്ടുന്നത്, ഇതൊക്കെ നല്ല വ്യക്തമായിട്ടൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണത്. കൊച്ചിനെ താരാട്ടുന്ന നമ്മൾ എൻ്റെ വീട് ഇതാണ്, നേരെ അക്കരയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ മതി. നേരിൽ കണ്ട ഞാനും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അന്നൊന്നും ഈ വണ്ടിയൊന്നുമില്ല, എപ്പോഴും വണ്ടിയില്ല. ഇങ്ങനെ നടന്നു വരുന്ന സന്ധ്യാസമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ പേടിച്ചിട്ടുണ്ട്. ഈ വലിയൊരു പ്രകൃതി രൂപത്തിലൊക്കെ നമ്മളെ മുമ്പൊക്കെ വന്ന് ചാടുമ്പോഴൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കും. ഈ സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മൾ തോന്നുന്നത്. ഈ ഊരിലുള്ളവരും ഒരുമാതിരിപ്പെട്ടവരൊക്കെ പേടിച്ചിട്ടുണ്ട്. നാട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ അടുത്താണെന്നൊക്കെ പറയുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകളോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ഉറക്കെ കരയുന്നതായിട്ട്, അസമയത്ത് കരയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. സത്യമാണോ മിഥ്യയാണോ അദ്ദേഹത്തിന് അറിയാം. അതുപോലെ തന്നെ രാത്രിയിൽ ആ ഭാഗത്തൂടെ വന്നപ്പോൾ ഭീകരമായ രൂപം മുന്നിലൂടെ കടന്നു പോയതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. വിശ്വസനീയമാണോ എന്തോ, അദ്ദേഹത്തിന് പോലും സംശയമാണ്. കാരണം ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ഇതായിരിക്കാം. നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ അടച്ചിട്ട ഒരു ഇരുട്ടുമുറിയിലാണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഭയം ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ വളരെ കിംവദന്തികളുള്ള ഒരു സ്ഥലത്ത് കൂടി, ഏകാന്തമായ ഒരു സ്ഥലത്തോട്ട് രാത്രി പോകുമ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പിന്നാലെ അല്ലെങ്കിൽ എന്തോ വരുന്നത് പോലെയൊക്കെ ഒരു തോന്നലുണ്ടാവാം. അതായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ ടാക്സി ഡ്രൈവറായിട്ടുള്ള ഒരു വ്യക്തിയും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഏകദേശം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്കിപ്പോഴും പോകാൻ ഭയമാണ്. വഴിവിളക്കുകളില്ലാത്ത ഒരു വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടു. ഒരുപാട് യാത്രക്കാർ ആയി പോകുന്ന വാഹന ഡ്രൈവർമാർക്ക് തന്നെ വളരെ ഭയാനകമാണ്. കാരണം അവിടെ ഒരു തെരുവ് വിളക്ക് കത്താറില്ല. മാത്രമല്ല, ഈ വാഹനം മഴയത്ത് ഒന്ന് പഞ്ചറാവേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും ഈ ഡ്രൈവർമാരായ നമ്മളെപ്പോലുള്ളവർ വളരെ പേടിയിലുമാണ്. ഇത് എൻ്റെ കുട്ടിക്കാലത്തെ കേട്ട് ഉള്ള ഒരു കേൾവിയാണ് സുമതിയെ കൊന്ന വളവ്. ഇന്ന് ഈ സുമതിയെ കൊന്ന വളവിനെക്കുറിച്ച് TV-യിലും ഒക്കെ ന്യൂസ് ചാനലിലും ഒക്കെ വരുന്നതും പതിവാണ്. എന്തായാലും ഈ സുമതിയെ കൊന്ന വളവിനെ സംബന്ധിച്ച് അത് ഒരു ഭയാനകമായ ഒരു സംഭവമാണ്. അത് കേട്ട് കേൾവിയിലാണെങ്കിലും അത് പേടി ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു വളവും, അവിടെ 8 മണിയൊന്നും കഴിഞ്ഞാൽ അവിടെ തെരുവ് ലൈറ്റുകളൊന്നും കത്താറില്ല. ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ പുതിയ തലമുറകൾക്ക് അതറിയില്ലല്ലോ.
സുമതി കുന്നവളവനെ സംബന്ധിച്ച് അന്നും ഇന്നും ഈ പഴയകാല ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും മറ്റും ആ പ്രദേശങ്ങളിലുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ടാക്സി ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരൊക്കെ അതുവഴി പോകുമ്പോൾ അവർ പറയുന്നത് ഇത്രയും നാൾ നമ്മൾ ഓടിച്ച് നമ്മളിതുവരെ ഒരു സുമതിയും കണ്ടിട്ടില്ല. പല യൂട്യൂബേഴ്സും ഒക്കെ അവിടെ പോയി പ്രാങ്കൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ആരും കണ്ടു എന്നുള്ളൊരു ഇതിലേക്ക് ആരും പറയുന്നില്ല. എന്തായാലും ഈ ഓട്ടോക്കാരന്മാർ ചേട്ടന്മാർ എന്താണ് പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. 4 മണിക്കൂർ ഇവിടെ ഓടണേണ്. നമുക്ക് 20 കാറ്റ് രാത്രിയും പകലും ഇവിടെ ഓടണേണ്. രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് നമ്മൾ ആരെയും കണ്ടിട്ടില്ല. റോട്ടിൽ ഇറങ്ങി നടക്കേ ആൾക്കാരെ പേടിപ്പെടുത്തേ ഒന്നും ഇവിടെ ഇല്ല. ഒരു പ്രശ്നവുമില്ല. തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. ഇത്ര അടുത്ത് കിടക്കുന്ന നമ്മൾ കാണുന്നില്ല. പിന്നെ അവരെങ്ങനെ കാണണമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ തന്നെ. ഞാൻ ഒരു 19 വർഷം ആയി ഇവിടെ. നമ്മൾ രാത്രി പകലും എപ്പോഴും ഓട്ടം പോണേണ്. നമ്മളിന്നുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഒരു അറിവുമില്ല. പല വീഡിയോയുടെയും താഴെ ഒരു കമൻറ്റ് വരാറുണ്ട്. സുമതി വളവിലൊരു എന്താണ് ചാരായ ഷോപ്പ് അതിൻ്റെ ഔട്ട്ലെറ്റ്, സർക്കാരിൻ്റെ ബിവറേജ് ഷോപ്പിൻ്റെ ഔട്ട്ലെറ്റ് തുറന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. എന്തായാലും വളരെ ഫണ്ണി ആയിട്ടിരിക്കുന്നു. മിത്തോ റിയാലിറ്റിയോ എന്തുമാകട്ടെ, എന്തായാലും ആളുകൾക്ക് ഭയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ ആ കൊലപാതകത്തെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ്. പോകെ പോകെ ഇനിയിപ്പോൾ ഈ ഒരു തലമുറ അങ്ങ് മാറുമ്പോഴത്തേക്കും അതങ്ങ് മാറാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പക്ഷേ എന്നിരുന്നാലും പ്രണയത്തിൻ്റെ എന്താണ് വിശ്വാസ്യതയെ കളങ്കമേൽപ്പിച്ച ഒരു പെൺകുട്ടിയെ, ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപാതകം ചെയ്ത ഒരു കഥയാണ്. ആ കഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കിപ്പോഴും ഒരു ഞെട്ടൽ തന്നെ ഉളവാകുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ തന്നെ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ സുമതി ഇപ്പോഴും പ്രണയചതിയുടെ രുചി അറിഞ്ഞ ഒരു മിത്തായിട്ട് തന്നെ നിലനിൽക്കുന്നു. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അല്ലേ. ഓക്കെ, മറ്റൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.